ഇൻഷാ അല്ലാഹ് വീണ്ടും നിങ്ങൾക്കെല്ലാം ഒരു ഓഫർ യൂട്യൂബർമാർക്ക് എന്താ അറിയാം, എല്ലാരും പോയി ഞാൻ പൈസ ഉണ്ടാക്കിയെന്നല്ലേ. വീണ്ടും ഇൻഷാ അല്ലാഹ് ഒരാൾക്ക് നോമ്പ് തോന്നാം. എന്റെ നമ്മളെ വാപ്പ ഖബറിലാണ്, നമ്മളെ ഉമ്മ ഖബറിലാണ്, നമ്മളെ ഭർത്താവ് ഖബറിലാണ്. ആ 21-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാത്രിയാണ് മജ്‌ലിസ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരാൾക്കാണ് നോമ്പ് തുറക്കുള്ള നിങ്ങൾ തരാം. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ കൂടിപ്പോയോ? ഇല്ലല്ലോ, കൂടിപ്പോയോ? അപ്പൊ നമ്മൾ ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചലഞ്ച് ഏറ്റെടുക്കുക. 21-ാം രാവിലെ വ്യാഴാഴ്ച ദിവസം നടക്കുന്ന ആ നോമ്പ് തുറയിലും തൗബയുടെ മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് കുടുംബത്തോടൊക്കെ പറയാം. കൂട്ടമായിട്ട് നോമ്പ് തുറക്കും കഴിയില്ലെങ്കിൽ വീട്ടിലൊക്കെ നോമ്പ് തുറ നടത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, നോമ്പ് തുറ അവിടെ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നോമ്പ് തുറ നടത്തുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. കാരണം തരുമോ, നോമ്പിന്റെ അന്ന് ഒരുപാട് ആളുകൾ സ്ഥലത്തിന് പൈസ തരാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പൈസ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങളൊക്കെ ആമുഖമായിട്ട് തന്നെ ഞാൻ ആദ്യം അഡ്വാൻസ് ക്ഷണിക്കാം. വെറുതെ വരും കായ് കൊടുക്കണം. അല്ലാഹു കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ കഴിയുന്നവര് സ്വലാത്ത് ഇതിന്റെ പൈസ നമ്മള് കൊടുന്നോട്ടല്ലേ, നോമ്പിന് കൊടുന്നോളി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാണ്. കാരണം ഒരു കാര്യം വീണ്ടും പറയാണ്, കൊടക്കാട് അമ്മറത്തേക്ക് ഓടരുത്. ഇന്ന് അതുകൊണ്ട് വയ്യ. കൊടക്കാട് അമ്മറത്തുള്ള കൊടി ഇന്നലെ കിട്ടിയത് നമുക്ക് മിനിങ്ങാന്നാണ് ഓർഡർ കിട്ടിയത്. ഇങ്ങനെ വിഷയമല്ലേ അവന് യൂട്യൂബർമാർ പറയും അതൊക്കെ അതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ടാണ്. അതൊന്നും സാരമില്ല. തവക്കൽതു അലല്ലാഹ്. ഇബ്ലീസിന്റെ പണി എന്താ? പിഴപ്പിക്കുക അല്ലെ, സ്വർഗം തടയുക. അത് ഇബ്ലീസിന്റെ പണിയാണ്. അതിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുമ്പോ പിന്നെ മെല്ലെ പോകണം. അവിടെ ആദ്യങ്ങളാണ് സാറെന്താ പറയുന്നത്, ദുആ കഴിഞ്ഞാൽ ആദ്യം ആണുങ്ങൾ പോകുക. ആണുങ്ങൾ പോയി കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങൾ പോയാൽ മതി. രണ്ടുപേരും ആണുങ്ങൾ അമ്പലത്തിന്റെ അധീനം ഈ നേരെ വഴിയുടെ വളർന്ന് അതുവഴി ആണുങ്ങൾ പോവുക. നമ്മൾ പാപ്പാന്റെ പേരുടെ അധീനം കയറാം. അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കൂടി ഇറങ്ങി പോവുക. കഴിയുന്നതും നിങ്ങൾ പൈസ എഴുതിച്ച ആളുകളെ കഴിയുന്നതിന്റെ കയ്യിൽ അതിനെ കൊടക്കാട്ടിക്കെന്ന് പറഞ്ഞ കൊടക്കാട് നമ്മളെ കാണാൻ വലിയ ഒരു മാസം മുന്നേ തന്നെ എന്ത് ചെയ്യണം, ആളുകൾക്ക് അവസ്ഥയാണ്. പൈസ തരാൻ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യണ്ട. കഴിയുന്നവർ എന്നെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് നിങ്ങൾ കൊടക്കാട്ടിട്ട് വന്നാൽ മതി. ഇപ്പോൾ അല്ലേ കേട്ടോ, ഇന്ന് വരേണ്ടത് ബൈക്കോളി. ഇൻഷാ അല്ലാഹ് കൊടിമരം എന്താണ് കെട്ടിയിട്ടുള്ളൂ. ഇനി അവിടെ അതൊരു ആരാധന കേന്ദ്രമല്ല. വീണ്ടും പറയാം, അതൊരു ആരാധന കേന്ദ്രം. അതൊന്നും തന്നൊരു ന്യായമത്തിന് ഞങ്ങളോട് പറഞ്ഞത് മാത്രമല്ല, അത് പറയണ്ടേ. അല്ലാഹു ഒരു ന്യായമത്തിനൊക്കെ തന്നു, അത് നിങ്ങളോട് പറഞ്ഞു. ഇനി അവിടെ പോയിട്ട് അശുദ്ധിയുള്ള സമയത്ത് അതിൽ തൊടാതിരിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ തുഞ്ഞാലിക്കും ചെയ്യാൻ പറ്റുമോ? തൊടാൻ പറ്റൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ ഫ്ലാറ്റ് ഇപ്പൊ തന്നാലും ഞാൻ വാങ്ങും. അല്ലാഹു ബർക്കത്ത് ശിഫയാക്കട്ടെ കേട്ടോ. അത് വെറുതെ ആവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഫാത്തിഹ നോമ്പത്തോറിന്റെ സംഖ്യ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. ഇതിനെ കുറിച്ച് അറിയാത്തല്ലേ പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ പറയാം. അത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോളാം കേട്ടോ. അതൊരു ചെറിയതേ ആവുള്ളൂ. നോമ്പിലൊക്കെ തന്നെ വന്നാല് പ്രശ്നമാണ്. ഇവരെല്ലാരും പറഞ്ഞ് നോമ്പർപ്പിക്കാൻ എന്താ കേട്ടത് പോലും ശരിയാണ്. അല്ലാഹു ഇതിന്റെ പട്ടാള. ഇത് നിന്നെ വിമർശിക്കുന്നവരോടും എല്ലാവരും പറഞ്ഞത് ഇതെന്തറിയോ, റഹ്മത്തിന് തങ്ങളോട് ഇങ്ങനെ ഇത്ര ജനങ്ങളുടെ ചെയ്ത് റഹ്മത്തിന്റെ മലക്കന്നെയാണ് അല്ലെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ഉസ്താദ്മാർക്ക് അല്ലാഹു ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ആറുല്ലാഹു ഉസ്താദ് സ്ഥാപനം നടത്തുന്നുണ്ട്. റഫീഖ് ബൈസൊരു പള്ളിയുടെ ഖത്തീബാണ്. അല്ലാഹു പടച്ചോ കുഴക്കൂല. കാരണം എന്താ വിമർശനം വന്നപ്പോഴത്തെ കൂടെ അല്ലേ അല്ല കുഴക്കൂല. അബ്ദുള്ള കുഴക്കിയിട്ടില്ല. ഉണ്ടോ? കുറച്ച് കടങ്ങളുണ്ട്. അല്ലാഹു വീട്ടിൽ കടങ്ങൾ വാങ്ങും. എനിക്കുണ്ട് കടം. ആളുകൾ പറയാം 40 കോടി ഉറുപ്പിക
പറ്റും ഒന്നും നിങ്ങളില്ല. എന്നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല. എന്റെ വാതില് തുറന്നിട്ടേക്കാണ്. ചികിത്സക്ക് വരുന്ന ആളുകൾക്ക് പോലും എന്റെ ജീവിതത്തിന്റെ വാതില് അടച്ചിട്ടുള്ള ചികിത്സ 40 പണിക്കാരുടെ എല്ലാവർക്കും കേട്ടോ. ദ്വാ ചെയ്യാണ്. ദ്വാ ചെയ്ത് പോകുമ്പോ എന്റെ കൈ പിടിച്ചാൽ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ടയേർഡാണ്, രണ്ടാമത് നിങ്ങൾ എന്നെക്കാട്ടിൽ വയസ്സിൽ മോശമല്ല. ഞാൻ നിങ്ങളെ പോകുമ്പോൾ നിങ്ങളെ കൈ ഞാനാ പിടിച്ചത്, ഞാൻ നിങ്ങളെ എത്തിക്കാറ്. അതുകൊണ്ട് എനിക്ക് വയ്യ. പിന്നെ ഈ പൂജ തേടും പൂജ വെള്ളം നിങ്ങളും കൂടെ കുടിച്ചത്. കേരളം, ഇന്ത്യ മൊത്തം ഇന്നലൊക്കെ കർണാടക, ബാംഗ്ലൂരിൽ നിന്ന് എല്ലായിടത്തും പബ്ലിസിറ്റി ഒക്കെ എന്തായാലും കൊടക്കാട് തങ്ങളെ പറഞ്ഞാൽ അത് അങ്ങോട്ട് നടക്കുകയാണ്. മൂപ്പര് വാക്ക് കിട്ടിയാൽ മതി. എനിക്ക് പനിച്ചു, അപ്പൊ ഞാൻ പാരസെറ്റമോൾ കുടിച്ചു. ഇല്ല പറയണ്ടേ, എനിക്ക് പനിച്ചപ്പോ ഞാൻ പാരസെറ്റമോൾ കുടിച്ചു. അള്ളാഹു ബർക്കത്ത്. എന്നാൽ അള്ളാഹുവിന്റെ നാടിനും എന്റെ വീടിനും ആ കൊടിമരത്തിനും അള്ളാഹു ഒരു ബറക്കത്ത് നൽകിയിട്ട് ആ ബറക്കത്ത് അള്ളാഹു നിലനിർത്താൻ ഒരൊറ്റ ഫാത്തിഹ. ആ ഫാത്തിഹ എത്ര മണിക്ക് ബാങ്ക്? 43 ഇല്ല, കഴിയില്ല. ബാങ്ക് സമയമായില്ലേ? 38 3-4 മിനിറ്റിലുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു പിന്നെ എന്നെ അത് പറ എന്നെ കാണാനും വന്നാലും തന്നെ ഇല്ല, എനിക്ക് സംസാരിക്കാനും സമയം കിട്ടാറില്ല. ഒന്ന് വരിക. ഇപ്പൊ മിനിഞ്ഞാന്നൊരു പെണ്ണുങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു, ഞാൻ എന്റെ അടുത്ത് വരുന്നു, എന്റെ അടുത്തേക്ക് വരില്ല. ഒരുപാട് കൊല്ലത്തുനിന്നൊക്കെ ആൾക്കാർ, കൊല്ലത്തൊക്കെ നല്ല മണിമണി പോലെ തങ്ങന്മാര് പറഞ്ഞു. തങ്ങന്മാരിൽ എല്ലാവർക്കും മുതലുണ്ട്, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാ റെസ്റ്റോറന്റ് പേര് നമുക്കായിട്ടൊരു ഇതൊന്നും തന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യത്തേക്ക് വരില്ല. വരുന്ന പെണ്ണ് വരില്ല.